വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങരുത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായ തോൽവിയുടെ പഴി മുൻ മുഖ്യമന്ത്രിയുടെ മേൽ മാത്രം ചുമത്തുന്നത് ശരിയല്ലെന്ന് CPIM നേതാവ് M. സ്വരാജ്. വിമർശനങ്ങൾ പിണറായി വിജയനിലേക്ക് മാത്രം ചുരുങ്ങുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരാജയങ്ങളിൽ തളർന്ന് നാട് വിട്ടു പോകുന്നവരല്ല CPM-കാരെന്നും M. സ്വരാജ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളും ചർച്ചകളും തുടരുകയാണ്. അരുതാത്ത എന്തോ സംഭവിച്ചുവെന്ന് കരുതേണ്ട. വിമർശനങ്ങൾ ഉണ്ടാകാനാണ് യോഗം ചേരുന്നത്. എന്നാൽ യോഗവുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും പൊട്ടും പൊടിയുമൊക്കെയാണ് പുറത്തുവരുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. വലിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിനന്ദനവും ഉണ്ടാകും. വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങരുത്. ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങേണ്ടതല്ല വിജയപരാജയങ്ങൾ. യാഥാർത്ഥ്യബോധമില്ലാത്ത വിലയിരുത്തലുകളാണിത്. മാധ്യമ വാർത്തകളെ ഗൗരവമായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും വ്യക്തിക്ക് പറ്റിയ വീഴ്ചയാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്ന് വിലയിരുത്തുന്നത് ശരിയല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഈ വിമർശനങ്ങൾ ഒന്നും ബാധിക്കുന്നില്ല. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമേ വിജയിച്ചവരുള്ളൂ എന്നും M. സ്വരാജ് വ്യക്തമാക്കി. ഒരാൾ മാത്രമേ പാർട്ടിയുടെ ആലോചനയിൽ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ മുമ്പ് ശക്തമായ പരാജയം നേരിട്ടിട്ടുണ്ട്. പരാജയങ്ങളിൽ തളർന്ന് നിശബ്ദരായി നാടുവിട്ട് പോകുന്നവരല്ല ഞങ്ങൾ. മന്ത്രിസഭ തീരുമാനങ്ങൾ ഗവൺമെന്റ് വരുമ്പോൾ ജനങ്ങൾ ഇഷ്ടം നേടുന്ന തീരുമാനങ്ങളാണ് എടുക്കുക. തുടക്കത്തിൽ തന്നെ ശാപവാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യപ്രതിജ്ഞയിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പങ്കെടുത്തു. 2021 എന്തായിരുന്നു സംഭവിച്ചത്? ഞങ്ങൾ അതുപോലെ ആയിരിക്കില്ല. നല്ലൊരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും. പുതിയ സർക്കാർ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനം ഉയർന്നു കഴിഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ആരായിരിക്കും പ്രതിപക്ഷത്തിന്റെ പിന്തുണ? അവർ തെറ്റായ വഴിയിലൂടെയാണ് നീങ്ങുന്നതെങ്കിൽ വിമർശനമുണ്ടാകും. വലതുപക്ഷത്തിന് സമൂഹത്തിലൊരു പ്രിവിലേജ് ഉണ്ട്. ഒരു ചെറിയ പിശക് പോലും ഇടതുപക്ഷത്തിന് സംഭവിക്കരുത് എന്ന് ഒരു വാശിയുണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമകനായി എന്നതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായെന്നും M. സ്വരാജ് പറഞ്ഞു.